അഫ്ഗാനിസ്ഥാനിലെ ബാഗ്രാം വ്യോമതാവളത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്ന പദ്ധതിക്ക് വൻ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ട്രംപിന്റെ നീക്കത്തെ ശക്തമായി എതിർക്കുന്ന ലോകരാജ്യങ്ങളുടെ നിരയിലേക്ക് ഇന്ത്യ കൂടി എത്തിയെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഇറാൻ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങൾക്കൊപ്പം മോസ്കോയിൽ നടന്ന മോസ്കോ ഫോർമാറ്റ് കൺസൾട്ടേഷൻ യോഗത്തിൽ ഇന്ത്യ അമേരിക്കൻ വിരുദ്ധ നിലപാട് വ്യക്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അഫ്ഗാനിസ്ഥാനിലും സമീപ രാജ്യങ്ങളിലും സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ വിന്യസിക്കാനുള്ള യുഎസിന്റെ ശ്രമങ്ങൾ മേഖലയുടെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് യോഗം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മോസ്കോ ഫോർമാറ്റിന്റെ 7ാമത് യോഗത്തിൽ അഫ്ഗാൻ താലിബാൻ സർക്കാരിന്റെ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഖിയുടെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം ആദ്യമായി പങ്കെടുത്തു. ബാഗ്രാം വ്യോമതാവളം തിരികെ നൽകണമെന്ന ട്രംപിന്റെ ആവശ്യം താലിബാൻ നേരത്തെ തന്നെ നിരസിച്ചിരുന്നു. ഈ ആവശ്യം അവഗണിച്ച ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി യുഎസിനെതിരെ നിലപാട് കടുപ്പിച്ചത്. ബാഗ്രാം വീണ്ടെടുക്കാനുള്ള അമേരിക്കൻ ശ്രമത്തിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. ഭൗമരാഷ്ട്രീയ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ബാഗ്രാം വ്യോമതാവളത്തിലൂടെ വഴിയൊരുങ്ങുമെന്നാണ് അതിൽ പ്രധാനപ്പെട്ടത്. മാത്രമല്ല, ചൈനയുടെ പ്രധാന ആണവ മിസൈൽ കേന്ദ്രങ്ങൾക്ക് സമീപമാണ് ഈ വ്യോമതാവളം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ നിയന്ത്രണം ലഭിക്കുന്നത് തന്ത്രപരമായ സ്ഥാനം വർദ്ധിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കും. മധ്യ ദക്ഷിണ ഏഷ്യയിൽ രഹസ്യാന്വേഷണത്തിനും ശക്തി പ്രകടനത്തിനുമുള്ള പ്രധാന കേന്ദ്രമാക്കി ഇതിനെ മാറ്റാൻ അമേരിക്കയ്ക്ക് സാധിക്കുകയും ചെയ്യും. മാത്രമല്ല, തീവ്രവാദ സംഘടനകൾക്കെതിരെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ താവളം. പല തീവ്രവാദ ഗ്രൂപ്പുകളും ഇപ്പോഴും ഈ മേഖലയിൽ സജീവമായിരിക്കുന്നതിനാൽ ബാഗ്രാം തിരികെ നേടുന്നത് US സൈന്യത്തിന് പ്രാദേശിക ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്താനുള്ള സഹായം നൽകും. വ്യോമതാവളത്തിന്റെ നിയന്ത്രണം യൂറേഷ്യയിൽ അമേരിക്കയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നു. ഇറാൻ, റഷ്യ അല്ലെങ്കിൽ മധ്യേഷ്യ എന്നിവിടങ്ങളിലെ പ്രതിസന്ധികളുടെ സാഹചര്യത്തിൽ കൂടുതൽ ഫലപ്രദമായ നിരീക്ഷണത്തിനും വേഗത്തിലുള്ള സൈനിക വിന്യാസത്തിനും ഇത് അമേരിക്കയെ സഹായിക്കും. ഇവ മാത്രമല്ല, അഫ്ഗാനിൽ നിന്ന് പിന്മാറാനുള്ള ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനത്തെ തിരുത്താനുള്ള ഒരു അവസരമായി കൂടി ട്രംപ് ഇതിനെ കണക്കാക്കുന്നുവെന്ന വിശകലനങ്ങളും ഇതിനകം തന്നെ പുറത്തും വന്നിരുന്നു. അതേസമയം അഫ്ഗാനിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയതും ഇപ്പോൾ ചർച്ചയാവുകയാണ്. UN സുരക്ഷാ കൗൺസിൽ യാത്രാ ഇളവ് അനുവദിച്ചതിനെ തുടർന്നാണ് അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിലെത്തിയത്. US നേതൃത്വത്തിലുള്ള സൈന്യത്തെ പിൻവലിച്ചതിനെ തുടർന്ന് 2021 അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ഉന്നത താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്ന ആദ്യ സന്ദർശനവുമാണിത്. താലിബാൻ സർക്കാരുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നതിനാൽ ചർച്ചയെ പാകിസ്ഥാൻ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. മാത്രമല്ല, ഇന്ത്യ US തർക്കങ്ങൾ പ്രത്യേകിച്ച് താരിഫ് വിഷയങ്ങളിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ വ്യോമതാവളത്തിലെ ഈ പരസ്യ നിലപാടും ശ്രദ്ധേയമാണ്. അതേസമയം ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ ആവശ്യപ്പെട്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കത്തയച്ചിരിക്കുകയാണ് യുഎസിലെ നിയമനിർമ്മാണ സഭാ പ്രതിനിധികൾ. US ചുമത്തിയ വ്യാപാര തീരുവ ഇന്ത്യയെ ചൈനയും റഷ്യയുമായി അടുപ്പിച്ചുവെന്നും കത്തിൽ വിമർശനമുണ്ട്. ഇന്ത്യൻ അമേരിക്കക്കാരുൾപ്പെടെയുള്ള 19 നിയമനിർമ്മാണ സഭാ പ്രതിനിധികളാണ് ഈ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.